സത്യനിലും നസീറിലും തുടങ്ങുന്ന കവിയൂർ പൊന്നമ്മയുടെ മക്കൾ പരമ്പരയിൽ മലയാളിക്ക് ഏറ്റവും ഇഷ്ടം മോഹൻലാലിനെയായിരുന്നു. ലാലിൻ്റെ അമ്മയായി പൊന്നമ്മ വന്നപ്പോഴൊക്കെ അത് ഏറ്റവും ഹൃദ്യമായ കാഴ്ചയായി. ലാൽ പൊന്നമ്മയുടെ യഥാർത്ഥ മകനാണ് എന്ന തോന്നലോളം എത്തി പലർക്കും അത്. അതേപ്പറ്റി പൊന്നമ്മ പറയുമായിരുന്നു, ലാലിനെ സ്വന്തം മകനായി മാത്രമേ എനിക്ക് കാണാൻ കഴിയൂ. ഞാൻ ചില പരിപാടികൾക്ക് പോകുമ്പോൾ പ്രായമായ ചിലർ വന്ന് ചോദിക്കും, എന്തേ മോനെ കൊണ്ടുവരാത്തതെന്ന്. ആദ്യമൊക്കെ ഞാൻ തിരുത്തുമായിരുന്നു. പിന്നെ അങ്ങനെ കേൾക്കാൻ എനിക്കും ഇഷ്ടമായി. ഞാൻ പറയും, മോന് തിരക്കായതുകൊണ്ടാണ് വരാത്തതെന്ന്. ലാലിൻ്റെ 21-ാം വയസ്സിൽ തുടങ്ങിയ ബന്ധമാണത്. വികൃതിയായ ലാലിനെ പൊന്നമ്മ പെട്ടെന്ന് തന്നെ ഹൃദയത്തിൽ മകനായി സ്വീകരിച്ചു. ആ വികൃതിയാണ് തനിക്ക് ഇഷ്ടം തോന്നാൻ കാരണമെന്ന് പൊന്നമ്മ പറയുമായിരുന്നു. ലാൽ സിനിമയിൽ വരും മുൻപേ അച്ഛനുമായും അമ്മയുമായും അവർക്ക് ഏറെ അടുപ്പമുണ്ടായിരുന്നു. കവിയൂർ പൊന്നമ്മയുടെ വിയോഗത്തെക്കുറിച്ച് മോഹൻലാൽ ഫേസ്ബുക്കിൽ ഇങ്ങനെ കുറിച്ചു. അമ്മയുടെ വിയോഗത്തിൻ്റെ വേദനയിൽ കുറിക്കുന്നതാണ് ഈ വാക്കുകൾ. പെറ്റമ്മയോളം സ്നേഹം കഥാപാത്രത്തിനും ഞാനെന്ന വ്യക്തിക്കും എക്കാലത്തും പകർന്നു തന്ന എൻ്റെ പ്രിയപ്പെട്ട പൊന്നമ്മ ചേച്ചി. മലയാളത്തിലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഞങ്ങൾ അമ്മയും മകനും ആയിരുന്നു. എത്ര കാലം കഴിഞ്ഞാലും അമ്മയ്ക്ക് മകൻ തന്നെയാണ് എന്ന സത്യം വിളിച്ചു ഓതുന്നതായിരുന്നു പല കാലഘട്ടങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ച ചിത്രങ്ങൾ. പൊന്നമ്മ ചേച്ചിയോടൊപ്പം മകനായി അഭിനയിക്കേണ്ടി വന്നിട്ടില്ല എനിക്ക് ഒരിക്കലും. ജീവിക്കുക തന്നെയായിരുന്നു. കിരീടം, ഭരതം, വിയറ്റ്നാം കോളനി, ദശരഥം, നാട്ടുരാജാവ്, വടക്കുംനാഥൻ, കിഴക്കുണരും പക്ഷി. ഒപ്പം പൊന്നമ്മ ചേച്ചി മാതൃത്വം പകർന്നു തന്ന എത്രയെത്ര സിനിമകൾ. മകനല്ലാതിരുന്നിട്ടും മകനെ എന്ന് വിളിച്ച് ഓടിവരുന്ന ഹിസ് ഹൈനസ് അബ്ദുള്ളയിലെ കഥാപാത്രം പോലെയായിരുന്നു ജീവിതത്തിൽ പൊന്നമ്മ ചേച്ചി എനിക്കും. വിതുമ്പുന്ന വാക്കുകൾ കൊണ്ട് ചേച്ചിക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാനാവുന്നില്ല. ഓർമ്മകളിലെന്നും ആ മാതൃസ്നേഹം നിറഞ്ഞു തുളുമ്പും. പക്ഷേ സിനിമയിൽ മോഹൻലാലിനേക്കാൾ മുമ്പ് പൊന്നമ്മ മമ്മൂട്ടിയുടെ അമ്മയായി. അദ്ദേഹത്തോടും അവർക്ക് ആത്മബന്ധമുണ്ടായിരുന്നു. മമ്മൂസ് എന്നാണ് പൊന്നമ്മ മമ്മൂട്ടിയെ വിളിച്ചിരുന്നത്. മമ്മൂസിൻ്റെ ഉള്ളു നിറയെ സ്നേഹമാണ്. പക്ഷേ പരുക്കനാണെന്ന ഭാവത്തോടെയാണ് പെരുമാറ്റമൊക്കെ, പൊന്നമ്മ ഒരിക്കൽ പറഞ്ഞു. ഒറ്റപ്പാലത്ത് ഒരു സിനിമയുടെ സെറ്റിലേക്ക് പുതിയ വണ്ടി ഓടിച്ചു വന്ന മമ്മൂട്ടിയുമൊത്തുള്ള ഓർമ്മ അവർ പങ്കുവച്ചിട്ടുണ്ട്. എന്നെ കണ്ടതും മമ്മൂസ് നീട്ടി വിളിച്ചു. ഞാൻ അടുത്ത് ചെന്നപ്പോൾ ഡോർ തുറന്നു പിടിച്ച് കേറ് കേറ് എന്ന് പറഞ്ഞു. നല്ല ഉയരമുള്ള വണ്ടിയാണ്, എനിക്ക് കയറാൻ ഒക്കുന്നില്ല. ഒടുവിൽ മമ്മൂസ് തന്നെ പിടിച്ചു കയറ്റി. എന്നിട്ട് എന്നെയും കൊണ്ട് ഒറ്റപ്പാലം മുഴുവൻ ചുറ്റിയടിച്ചു. കവിയൂർ പൊന്നമ്മ മലയാളത്തിൻ്റെ ആകെ അമ്മയായിരുന്നു. അമ്മയുടെ വാത്സല്യവും കരുതലുമൊക്കെ മലയാള സിനിമയിൽ നിറഞ്ഞത് കവിയൂർ പൊന്നമ്മയിലൂടെയാണെന്നത് അതിശയോക്തിയല്ല. അമ്മ ശബ്ദത്തിൻ്റെ താളം മലയാള സിനിമാ പ്രേക്ഷകരുടെ ഓർമ്മയിലേക്ക് എത്തുന്നതും കവിയൂർ പൊന്നമ്മയിലൂടെയാകാം.